എന്തായാലും ബാബുവിന് ശേഷം ജൂണിയാനിക്ക് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബീനാന്റിനെ ഈ സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റിയില്ല. അങ്ങനെ ആന്റണിമാരുടെ ഒരു പടം തന്നെ ഉണ്ട് ഈ സിനിമയിൽ. മേജർ രവി അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വേഷം കെട്ടിയവർ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. RBI നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും. എന്ത് വേഷം ചെയ്യുന്നിപ്പോ ഞാൻ പറയുന്നില്ല, മുഖ്യ കഥാപാത്രമാണ്. അത് കണ്ടു, പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരടി കൊടുക്കാൻ തോന്നി. കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ വേദ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ഛാ കോവിഡിന്റെ സമയത്ത് എല്ലാ വീടുകളും എന്ന് പറഞ്ഞോളം തന്നെ ഹോം ബേക്കിംഗ് തുടങ്ങി. എല്ലാ വീടുകളും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് കേക്കിനെ ആധാരമാക്കി ഒരു സിനിമ ഉണ്ടായിക്കൂടാ? ഞാൻ അവളോട് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റ് പറയുന്നുള്ളൂ. അവൾ പറഞ്ഞ സബ്ജക്റ്റ് എനിക്കത് മനോഹരമായിട്ട് തോന്നി. അങ്ങനെ ഞാനത് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ബാദുഷിയോട് പറഞ്ഞു, ബാഷു പറഞ്ഞു ചേട്ടാ നല്ല സബ്ജക്റ്റാണ്, നമുക്ക് പടം വെക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുകയാണ്. ആ സിനിമ യാഥാർത്ഥ്യമാവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. 1.5-2 വർഷം കുറച്ച് സമയം എടുത്തു. നന്നായി ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇപ്പം സിനിമ പൂർത്തിയായിരിക്കുകയാണ്. ആ സിനിമ ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ഈസ്റ്ററിന് തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി പല ഭാഗങ്ങളായിട്ട് ഏപ്രിൽ 19-ന് തിയേറ്ററിൽ എത്തുകയാണ്. ഈ കേക്ക് സ്റ്റോറി ഉള്ള സിനിമ ഈ പേര് പറയുന്ന മാതിരി ഉള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് ആക്ച്വലി വരുന്നത്. ഒരു 2 കാലഘട്ടത്തിന്റെ പ്രണയം ഇതിലൂടെ പോകുന്നുണ്ട്. ഈ കഥയിലെ മെയിൻ ആയിട്ട് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോ, എൻ്റെ കഥയിലെ മെയിൻ ഹീറോ കേക്കാണ്. സോ ഈ സ്റ്റോറി എല്ലാവർക്കും കണക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം വെരി താങ്ക്സ്. ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയൊക്കെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് അണിയിച്ചൊരുക്കുന്ന ഒരു കൊച്ചു മനോഹരമായ സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ എന്ത് വേഷം ചെയ്യുന്നിപ്പോൾ ഞാൻ പറയുന്നില്ല, മുഖ്യ കഥാപാത്രമാണ്. അത് കണ്ടു, പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരടി കൊടുക്കാൻ തോന്നി. ഞാൻ എൻ്റെ ചെയ്ത് കണ്ടു കഴിഞ്ഞത് എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനും സുനിലുമായിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത, ഭരണകൂടം, അങ്ങനെ കുറേ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും കുറച്ച് പ്ലാനുകളൊക്കെ മുന്നോട്ടുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും നന്ദി. ഹോണറബിൾ മിനിസ്റ്ററും അവരുടെ എല്ലാ അനുയായികൾക്കൂടെ വന്നതിന് നന്ദി. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. നമസ്കാരം. താങ്ക് യു. എന്തായാലും ബാബുവിന് ശേഷം ജൂണിയാനിക്ക് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബീനാന്റിനെ ഈ സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റിയില്ല. അങ്ങനെ ആന്റണിമാരുടെ ഒരു പടം തന്നെ ഉണ്ട് ഈ സിനിമയിൽ. എന്തായാലും ഞാൻ എൻ്റെ സിനിമയുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സംവിധാന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് മദ്രാസിൽ നിൽക്കുന്ന സമയത്ത് അന്നൊരു നവാഗത സംവിധായകരുണ്ടാകുന്നു. നമ്മൾ നോക്കുമ്പോൾ ആരാണ്? സുനിൽ കാരന്തൂർ. ചിത്രം പ്രിയപ്പെട്ട കൊക്കു, തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് ദേവസാചാര്യൻ്റെ മോൻ നിർമ്മിക്കുന്ന സിനിമ. ആ സിനിമ ജഗദീശനൊക്കെ അഭിനയിച്ചു. നല്ല പാട്ടുകൾ, പണം ഭയങ്കര ഹിറ്റായി. അപ്പോൾ മാനസംകൊണ്ടാണ് ഭയങ്കര ഹിറ്റാണ്. അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മെമ്മറിയിലുള്ള ദിലീപ് നല്ല റോളാണ്. നാദർഷ, ഖുഷ്ബു, സുരേഷ് ഏട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ്. അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഇന്ന് ബാബുട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അതിൻ്റെ സിനിമയാണ് ഗാന്ധാരി. മാധവി, ബാബുട്ടനൊരു ടീം, ചാരുഹാസൻ സാറ്, അങ്ങനെ ഒരു വലിയ ടീം അഭിനയിച്ച സിനിമ. ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുനിലേട്ടനോട് എനിക്കുണ്ട്. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിലെനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന, കാരണം ഒരുപാട് യൂട്ടേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംവിധായകൻ, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന സംവിധായകൻ, നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് എൻ്റെ സ്റ്റോറി റൈറ്ററൊക്കെ. മേജർ രവിചേട്ടനുണ്ടായിരുന്നു സിനിമയിൽ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ അശോക് ചേട്ടൻ ഇവിടെ പ്രത്യേകം പറയും, അശോക് ചേട്ടൻ വരാൻ പറ്റില്ല. അശോക് ചേട്ടൻ ഗംഭീര റോളാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിപാടിയെ പോലെ അശോക് ചേട്ടൻ
വെകുന്താലി സിനിമ ഒരു വലിയ വിജയമാകട്ടെ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് ഈ കൊച്ചു ചിത്രം ഈ ഒരു സ്വീകരണം, ഈ ഒരു ഓപ്പണിംഗ് ഇവിടെ ലഭിക്കുന്നതിൽ വലിയൊരു അണിയറ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്കും അങ്ങേയറ്റ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രിയപ്പെട്ട സുല്ലേട്ട, നിങ്ങൾക്കൊരു വലിയ വിജയം ഞാൻ ആശംസിക്കുന്നു. എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം. ഇനി ഇവിടെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ഇപ്പം പടങ്ങൾ ഇച്ചിരി കുറവാണ്. കാരണം എന്നെ അടുത്ത പടത്തിലേക്ക് വിളിക്കണമല്ല. അപ്പൊ എല്ലാവർക്കും നല്ലത് നേരുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. സുനിൽ സാറിനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെയും വളരെയധികം ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ മൂവിയിൽ നായകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കൂടാതെ ജോണി ചേട്ടൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജോണി ചേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ. ഇപ്പം ഞാൻ ജോണി ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റും കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര, നേരത്തെ പറഞ്ഞൊരു കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ഏപ്രിൽ 19 തിയേറ്ററിൽ റിലീസാവുന്ന പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവിധ സപ്പോർട്ടും തരിക. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം, ഭാര്യ, ഭർത്താവ്, മകൾ 3 പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളത്തിൽ ഉണ്ടായി. 90, 80, 90 കാലങ്ങളിൽ ജെറി അമൽദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും തെളിവാണ് 2025 ഈ കേക്ക് സ്റ്റോറി. അതേപോലെ മിലിറ്ററിക്ക് വേണ്ടി സിനിമകൾ മാത്രം എടുത്ത് യുവാക്കളെ മിലിറ്ററിയിലേക്ക് ആകർഷിച്ച മലയാള സിനിമയിലെ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു, മേജർ രവി. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വേഷം കെട്ടിയവർ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. RBI നീതി കിട്ടുന്നവരെ പോരാടുക തന്നെ ചെയ്യും. ഇന്ന് മലയാള സിനിമയിൽ സുനിലെ പോലെ തന്റേടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ കലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരുവിധ ഉദ്ദേശവുമില്ലാതെ നല്ല കലാസൃഷ്ടികൾ ഈ കേരളത്തിൽ, ഈ മലയാള സിനിമയിൽ ഉണ്ടാവണമെന്ന് ആശിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുനിലിനോട്, ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ഓഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ 3 പരിപാടികളെങ്കിലും അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സംഘർഷ നായകൻ, അയൺ മാൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് രാമദാസ് അത്താവലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അതേപോലെ ഇതേപോലെയുള്ള ചെറു സിനിമകൾക്ക് തീർച്ചയായും ഒരു നല്ല കാലം മലയാള സിനിമയിൽ ഉണ്ടായി. മലയാള സിനിമയുടെ നല്ല കാലം ആരംഭിക്കട്ടെ. അതോടെ മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം, ജയ് ഭാരത്, ജയ് അത്താവലെ. എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു സിനിമയ്ക്ക്. തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കാണും. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ജയന്ത്കുമാർ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുപാട് വർഷമായിട്ട് അടുപ്പമുണ്ട്. ദുബായിലൊക്കെ വെച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ചേച്ചി, എല്ലാവർക്കും എന്താ പറയുക, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.